നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. 2024 ജൂലൈ മാസത്തിലുണ്ടായ പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് യഥാർത്ഥ നഷ്ടം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഒല്ലൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ സെന്ററിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധ ജാഥയും കൺവെൻഷനും സംഘടിപ്പിച്ചു. കല്ലുങ്ക് നിർമ്മാണത്തിലെ അനാസ്ഥ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. പുത്തൂർ, കയനൂർ, മുണ്ടോളി വനദുർഗാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. 2024 ജൂലൈ മാസത്തിലുണ്ടായ പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് യഥാർത്ഥ നഷ്ടം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിയുടെ മണ്ണുത്തി ഓഫീസിലേക്ക് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ണുത്തിയിൽ നിന്ന് ആരംഭിച്ച ജനകീയ മാർച്ച് മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാം മാനേജ്മെന്റിൽ ഉണ്ടായ ഉദ്യോഗസ്ഥ വീഴ്ചയുടെ ചുമതല ഏറ്റെടുത്ത് ഡാം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായ മന്ത്രി K. രാജൻ രാജിവെക്കണമെന്ന് MP വിൻസെന്റ് ആവശ്യപ്പെട്ടു. പ്രളയ ദുരിത ബാധിതർക്ക് യഥാർത്ഥ നഷ്ടം വിതരണം ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്, ലീലാമ്മ ടീച്ചർ, KC അഭിലാഷ്, MU മുത്തു, KP ചാക്കോച്ചൻ, ജേക്കബ് പോൾ, ജോൺസൺ മല്ലിയത്ത്, റോയ് K. ദേവസി, KP എൽദോസ്, TS മനോജ് കുമാർ, ബിന്ദു കാട്ടുങ്കൽ, ഷെർലി മോഹൻ, ബിന്ദു ബിജു, മിനി വിനോദ്, NS നൌഷാദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സഹായം ചെയ്തു കൊടുക്കാൻ, നാശനഷ്ടം വന്നവർക്ക് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ രീതിയിൽ ഒന്നുമില്ല. അതിന് വലിയ എതിർപ്പ് വന്നു. കളക്ടർ പ്രതികരിച്ചു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള K. രാജന്റെ കീഴിലുള്ള തൃശ്ശൂരിലെ കളക്ടർ പറഞ്ഞു 41 കോടി രൂപയുടെ നഷ്ടം വന്നുവെന്ന് അദ്ദേഹം, അത് മുഴുവനല്ലെങ്കിലും അത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞു. അതിന് ഉത്തരവാദിത്വം ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അതിന് മുൻപിൽ നിന്ന നേതാക്കളാണ്, നേതൃത്വമാണ്. ആ ഭരണ നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയാണ് എന്ന് ഒരു ജില്ലാ കളക്ടർ പറഞ്ഞാണ്. അത് പറഞ്ഞാൽ ആദ്യം രാജിവെക്കുകയാണ് ഈ രാജ്യം ചെയ്യേണ്ടത്. നാണമുള്ളവന് അല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാകണം, സഹായങ്ങൾ കൊടുക്കണം. ഒന്നും ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞിരിക്കുന്നു വെള്ളം കയറിയിടത്തൊക്കെ കുറച്ച് പൈസ ഞാൻ കൊടുക്കാം. വെള്ളം കയറിയതാണോ കുഴപ്പം? വെള്ളം കോരി നാശനഷ്ടം എത്രയുണ്ടായി? ഓരോ വീടും നശിച്ചാൽ 5000 രൂപയുടെ സഹായം കൊടുത്താൽ അതിന് പകരമാകുമോ? ഇവിടെ എത്രയോ അപകടങ്ങൾ സംഭവിച്ചു, അതിന് ഒരാളും ഒരു പൈസയും കൊടുത്തില്ല. മരണങ്ങൾ ഈ പ്രദേശത്തുണ്ടായില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപകടം വളരെ വളരെ വലുതാണ്. ഇത് നാളെ ഉണ്ടാവില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇവിടെ ആരാണ് ഇതിന് ചോദ്യം? ആരാണ് ഉത്തരവാദികൾ? ഇതിന് ഉത്തരവാദിത്വം പറയേണ്ട അധികാര സ്ഥാനത്തിരിക്കുന്ന നമ്പർ 2 ആയ K. രാജൻ മറുപടി പറയണം. ഇത് വെറുതെ വിടില്ല. ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളുടെ കല്യാണരാമനും ഉണ്ണുണ്ണിയുമായി ഈ നാട്ടിൽ നടന്നതുകൊണ്ട് ഞങ്ങൾ വില കൊടുത്ത്, ഞങ്ങൾ വെടിയുണ്ടകളെക്കാൾ ഏറ്റവും കൂടുതൽ ക്രൂരമായ ശക്തിയുള്ള വോട്ടവകാശം നൽകി നിങ്ങളെ ജയിപ്പിച്ചു. ഈ നാട്ടിൽ നിന്ന് ജനപ്രതിയായി നിങ്ങൾ വന്നു. ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി. നീ മിണ്ടിയില്ല, നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങളുടെ പാർട്ടി മിണ്ടിയില്ല. അങ്ങനെയുള്ള സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പാവപ്പെട്ട വീട്ടമ്മമാർ നിരന്നു നിൽക്കുകയാണ്. ഈ വീട്ടമ്മമാരുടെ ശബ്ദം അവരുടെ തൊണ്ട ഇടറുകയാണ്. അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, അവർക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. അവരുടെ മക്കൾ വിദ്യാഭ്യാസം
ഒല്ലൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ സെന്ററിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധ ജാഥയും കൺവെൻഷനും സംഘടിപ്പിച്ചു. വികസനത്തിന് വ്യാപാരികൾ എതിരല്ല എന്നും വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജും കൃത്യമായി എത്ര സ്ഥലം നഷ്ടപ്പെടുന്നു എന്നത് സംബന്ധിച്ചും ആരെ പുനരധിവാസം നൽകും എന്നതിനാലും ഇനിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ വ്യക്തമായ മറുപടി ലഭിക്കാത്തതാണ് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി ലഭിച്ചതിനു ശേഷം മാത്രമേ കടക്കാരെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കാവൂ എന്നതാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം. ഒല്ലൂരിൽ നടത്തിയ പ്രതിഷേധ കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനിഷ് ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, ജില്ലാ ഭാരവാഹികളായ CR ശേഖരൻ, പ്രഹ്ലാദൻ, ആന്റണി, വർക്കി, യൂണിറ്റ് ഭാരവാഹികളായ റാഫി വടക്കേത്തല, ജോഷി കാരേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്, അത് ഏത് രീതിയിലാണ്, ആ വികസനം വരുമ്പോ ഈ ഒല്ലൂരിന്റെ ചിത്രം എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ അത് കാണാൻ അത് ഞങ്ങൾക്ക് യോഗ്യതയുണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളല്ലേ, അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അത് മുന്നോട്ട് വെക്കട്ടെ, അത് മുന്നോട്ട് വെച്ചിട്ടാവട്ടെ ഒല്ലൂരിന്റെ വികസനം. അപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ, ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ആ കാര്യം വെറുതെ ഇങ്ങനെ വാക്കാൽ പറഞ്ഞു പോയാൽ പോരാ. ടൗൺ ഹാളിൽ മീറ്റിംഗ് വിളിച്ചിട്ട് 300 മീറ്റർ വികസിക്കും, 400 മീറ്റർ വികസിക്കും, 4 റോഡ് വികസിക്കും, 6 റോഡ് വികസിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ആ വികസനത്തിന്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോരുത്തരും അത് കാണാനുള്ള അവകാശമുണ്ട്. അത് കാണിക്കേണ്ടത് അധികാരികളുടെ കടമയാണ്, ഭരണവർഗത്തിന്റെ കടമയാണ്. അത് നിങ്ങൾ നിറവേറ്റിയേ മതിയാവൂ, അതിലൊരു സംശയവുമില്ല. അത് മുന്നോട്ട് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാലോ, നമുക്ക് ചർച്ച ചെയ്യാം. എത്ര തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും, എത്ര വ്യാപാരികളുടെ വ്യാപാരം നഷ്ടപ്പെടും, എത്ര ഭൂമി നഷ്ടപ്പെടും, അതിന്മന്ന് തുടങ്ങാൻ നമുക്ക് ചർച്ച. അങ്ങനെ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താണ് സർക്കാർ നൽകാൻ പോകുന്നത്, ഏത് രീതിയിലാണ് വില നിശ്ചയിക്കുന്നത്, വ്യാപാര സ്ഥാപനം നഷ്ടപ്പെടുന്ന വ്യാപാരികളെ ഏത് രീതിയിലാണ് പുനരധിവസിപ്പിക്കാൻ പോകുന്നത്, അതിനെന്താണ് ബദൽ സംവിധാനം നൽകാൻ പോകുന്നത്? കോർപ്പറേഷനിൽ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബദൽ സംവിധാനങ്ങൾ നൽകിയ ചരിത്രമുണ്ട്. ഇവിടെയും അത് ആവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഏത് സ്ഥലം ഏറ്റെടുക്കും, ഏത് സ്ഥലത്ത് പുനരധിവാസം നടക്കും? ഒരു കട നഷ്ടപ്പെട്ടാൽ ഇവിടെ കുടികിടപ്പ് അവകാശം കൊടുത്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? കേരളമാണ് ആ മാതൃക കാണിച്ചത്. കുടികിടപ്പ് അവകാശം കൊടുത്ത കേരളം, അല്ലേ? 5 സെന്റും 10 സെന്റും ജന്മിയുടെ ഭൂമിയിൽ അന്തിയുറങ്ങിയിരുന്ന, കുടിൽ കെട്ടി താമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും 5 സെന്റും 10 സെന്റും പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ ഇവിടെ വ്യാപരിക്കുന്ന ഓരോ വ്യാപാരിക്കും ആ അവകാശമുണ്ട്, കുടികിടപ്പ് അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തിക്കൊണ്ടാവണം ഒല്ലൂരിന്റെ വികസനം. ഒല്ലൂരിന്റെ വികസനത്തിന് നമ്മൾ എതിരല്ലല്ലോ. ഒല്ലൂർ അങ്ങ് വികസിക്കട്ടെ, എത്ര വേണമെങ്കിലും വികസിക്കട്ടെ, അതിനൊന്നും ഒരു വ്യാപാരി എതിരല്ല. കല്ലിങ്ക് നിർമ്മാണത്തിലെ അനാസ്ഥ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. പുല്ലാനിക്കാട് മുതൽ പുന്നമ്പറമ്പ് സെന്റർ വരെ റോഡ് നിർമ്മാണം നടക്കുന്നു. വികസനങ്ങൾക്ക് സുഗമമായ ഗതാഗത സഞ്ചാരം അനിവാര്യമാണെങ്കിലും ഏറെ പ്രാധാന്യമുള്ള കുടിവെള്ളം മുട്ടിപ്പോകുന്ന അവസ്ഥ സംജാതമായതിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കെടും കാര്യസ്ഥത ആശങ്ക ഉളവാക്കുന്നു. പുന്നമ്പറമ്പ് സെന്ററിലാണ് ഈ വിരോധാഭാസം. 3 വർഷങ്ങൾക്ക് മുൻപ് AC മൊയ്തീൻ തുടങ്ങിവെച്ച ഈ ബൃഹത്തായ പദ്ധതി CVR ചിറ്റിലപ്പള്ളി മുൻകൈയെടുത്ത് ശരവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ്. കല്ലിങ്ക് പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി വാഴാനി കുടിവെള്ള പദ്ധതി തൊട്ട് ജലനിധി വിതരണവും താറുമാറായത്. കുടിവെള്ള പൈപ്പുകളെല്ലാം നിർമ്മാണ പ്രക്രിയകളുടെ ഭാഗമായി ബദൽ സംവിധാനങ്ങളില്ലാതെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അംഗൻവാടികൾ പോലും കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്ന സ്ഥിതിയാണ്. 20ഓളം കല്ലുകൾ പൊളിച്ച് നിർമ്മിക്കുവാനുണ്ട്. സങ്കീർണമായ ഈ വിഷയത്തെക്കുറിച്ച് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഓഫീസിൽ വിവരം ധരിപ്പിച്ചപ്പോൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി തടിയൂരുകയാണെന്ന് പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു.
കുടിവെള്ള വിതരണം സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഓഫീസുകളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന മുന്നറിയിപ്പും വാർഡ് അംഗം നൽകിയിട്ടുണ്ട്. നമ്മുടെ പുല്ലാനിക്കാട് മുതൽ പുന്നമ്പറമ്പ് സെൻറ്റർ വരെ മെയിൻ റോഡ് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ജൂലൈ 10-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് വളരെ അനിവാര്യമായ റോഡ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ശ്രീ AC മൊയ്തീൻ ഒരു 3 വർഷം മുമ്പ് തന്നെ തുടങ്ങി വെച്ച ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അത് പ്രാവർത്തിക തലത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിരിപ്പിള്ളി അതിന് മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സംവിധാനങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. ഒന്ന്, ഈ റോട്ടിൽ 20ഓളം കലുങ്കുകളുടെ നിർമ്മാണമുണ്ട്. 20-ൽ പരം കലുങ്കുകൾ ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഭാഗം പൊളിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ പദ്ധതിയിൽ KSEBിയുടെയും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെയും യൂട്ടിലിറ്റി സംവിധാനം, ഷിപ്പിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വാഴാനിയിൽ നിന്ന് ശുദ്ധജല ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ മുഴുവൻ കട്ട് ചെയ്ത് ആ കോൺക്രീറ്റ് ചെയ്യുന്ന കല്ലുകെട്ടുകളുടെ കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലെ പൈപ്പുകൾ മുഴുവൻ പോയിരിക്കുകയാണ്. ജനങ്ങൾ കുടിവെള്ളം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നു. മച്ചാട് സെൻറ് ആനീസ് ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള കലുങ്കിന് സമീപം ജലനിധിയുടെ കണക്ഷൻ പോകുന്നുണ്ട്. ആരോടും ചോദിക്കാതെ അവരത് തകർത്തു. വീണ്ടും ജലനിധിക്കാർ വന്ന് വീണ്ടും അത് റിപ്പയർ ചെയ്തു, വീണ്ടും തകർത്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൈസ 40ഓളം കുടുംബങ്ങൾക്ക് വെള്ളം ലഭിച്ചിരുന്നൊരു പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല. PWD എഞ്ചിനീയറെ വിളിച്ച് സംസാരിച്ചു. അവർ പറയുന്നത് അവർക്ക് അതിൻ്റെ സംവിധാനമില്ല, അവർക്ക് നല്ല പൈസ കിട്ടിയിട്ടില്ല. അവർ വാട്ടർ അതോറിറ്റി പറയുന്നു അവർക്ക് പൈസ ഇല്ല, ആകെ 50,000 രൂപയാണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ആരോട് പറയണമെന്നറിയാതെ ആകെ പ്രശ്നത്തിലായി നിൽക്കുകയാണ്. ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, നല്ല കടുത്ത വേനൽ വരുന്നു. അതുപോലെ ജലനിധിയുടെ ഭാഗത്തു നിന്ന് 40ഓളം കുടുംബങ്ങളെ കുടിവെള്ളം മുട്ടിച്ച് നിർത്തിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ തൊട്ടടുത്തുള്ള പുന്നമ്പറമ്പ് അംഗൻവാടി, അവിടെ വെള്ളമില്ല. കുട്ടികൾക്ക് വെള്ളം കിട്ടാത്ത വലിയ ബുദ്ധിമുട്ട് വന്നിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് പൈപ്പ് ഇട്ട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ താൽക്കാലികമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ തന്നെ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞങ്ങളുടെ വടക്കാഞ്ചേരി MLA ഞാൻ കാണുന്നുണ്ട്, സേവ്യർ ചിരിപ്പിള്ളിയെ കണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നിർദ്ദേശം ലഭിച്ച് അദ്ദേഹം അതിന് വേണ്ടതായ പോംവഴി കണ്ടെത്തുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ രീതിയിലും വേണ്ടതായ സമ്മർദ്ദം ചെലുത്തും. ഇനി ഇതൊന്നും നിവൃത്തിയില്ല വാർഡ് മെമ്പർ നിലയ്ക്ക് ഈ പറഞ്ഞ ഓഫീസുകളിൽ മുന്നിൽ പോയിട്ട് അവിടെ ഇരിക്കാൻ പോവുകയാണ് ഞാൻ. അതിന് രക്ഷയില്ല. ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളം, വാഴാനി കുടിവെള്ള പദ്ധതിയാണ് ഇതിൻ്റെ പേരിൽ, വികസനത്തിൻ്റെ പേരിൽ തകർത്തിക്കുന്നത്. വികസനം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പകരം ഒരു സംവിധാനം കണ്ടെത്തണം. പുത്തൂർ, കൈനൂർ, മുണ്ടോളി വനദുർഗാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. പൊങ്കാല മഹോത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുതുമന ഗോവിന്ദൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. വൈകിട്ട് കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പൂമുടൽ എന്നിവയും തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൊങ്കാല ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KR രവി, സെക്രട്ടറി TG വിനോദ്, ട്രഷറർ P ചന്ദ്രൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകനായി RLV രാമകൃഷ്ണൻ ചുമതലയേറ്റു. ഭരതനാട്യം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. വലിയ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 1996 മുതൽ തൃപ്പൂണിത്തുറ RLV കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ പഠിച്ച് RLV രാമകൃഷ്ണൻ 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil ടോപ്പ് സ്കോറർ ആയിരുന്ന രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ നിന്നു തന്നെയാണ് PhD പൂർത്തിയാക്കിയത്. നെറ്റ് യോഗ്യത നേടിയിട്ടുണ്ട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ചെപ്പാറയിൽ നിർമ്മാണം നടക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് നിലനിൽക്കുന്ന സ്റ്റോപ്പ് മെമ്മോ നീക്കുന്നതിനായി മച്ചാട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് കയ്യേറ്റക്കാർക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുത്തുവെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇവിടെ നിർമ്മിക്കുന്ന കെട്ടിടം വനഭൂമിയിലാണെന്ന് വനം വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. വില്ലേജ് രേഖകളിലും വനഭൂമിയാണെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ പരാതിയിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ഉണ്ടാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. കയ്യേറ്റക്കാർക്ക് അനുകൂലമായ രീതിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറിയ ഡെപ്യൂട്ടി റേഞ്ചർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഫ്സൽ ഷേഖ്, പി ദുർഗാദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കാരണവശാലും സംരക്ഷിത വനഭൂമിയിൽ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ നടത്താൻ ഈ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കരമണ്ഡലത്തെ അനുവദിക്കുന്നതല്ല. കളക്ടറെ കണ്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ നിങ്ങളും കൂടി അറിയിക്കുകയാണ്. ഇന്നലെ കളക്ടറെ നേരിട്ട് കണ്ടതാണ്. ഫോറസ്റ്റിന്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഒരു സാഹചര്യം സ്ഥാനങ്ങൾ ഇറക്കി തുടങ്ങി. കളക്ടർ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്ന രീതിയിലാണ്.
അന്വേഷണം നടക്കുന്ന കളക്ടർക്കെതിരെയും അതുപോലെ തന്നെ ഈ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർക്കെതിരെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും അതേപോലെ തന്നെ DFOയ്ക്കും ചീഫ് കൺസർവേറ്റർ ഓഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റിനും L. ചന്ദ്രശേഖരൻ ഫോറസ്റ്റ് വിജിലൻസിനും യൂത്ത് കോൺഗ്രസ് തെക്കൻ കമ്മിറ്റി പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോടതിയെ സമീപിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തെക്കൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SCS വിഭാഗങ്ങൾക്കായുള്ള വാട്ടർ ടാങ്കിന്റെ വിതരണം നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, C. സുരേഷ്, സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി A. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേലമഹോത്സവവും ക്ഷേത്രം തന്ത്രി പുലേന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജനുവരി 20 തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രം ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, TS പട്ടാഭിരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ് പട്ടാഭിരാമൻ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളിൽ 84 വയസ്സ് പൂർത്തീകരിച്ചവരെയും 50ാം വിവാഹ വാർഷികം കഴിഞ്ഞ ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. ജനുവരി 18 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ കോർത്തിണക്കിയ ജോൺസൺ മാസ്റ്റർ ഗാനോത്സവം എന്ന പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി സെന്റ് പയസ് 10th UP സ്കൂളും ഒറ്റ മാന്തോപ്പ് എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹോത്സവം 19 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സെന്റ് പയസ് 10th UP സ്കൂളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥി AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. OSA പ്രസിഡന്റ് ശശികുമാർ കോടങ്കാടത്ത് അധ്യക്ഷത വഹിക്കും. വിരമിക്കുന്ന പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ് ആൻഡ് ഉപഹാര സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥി സേവിയാർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥി V-Star CEO ഷീല കൊച്ചവസേപ്പ് വിശിഷ്ടാതിഥിയാകും. പത്രസമ്മേളനത്തിൽ ശശികുമാർ കോടക്കാടത്ത്, C. റോസ് ആൻഡ് ബക്കർ മച്ചാട്, സിജി ഡെയ്ച്ചിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തൃശൂർ വിയൂർ അക്കരപ്പുറത്ത് പള്ളിപ്പെരുന്നാളിന് സ്ഥാപിച്ച കമാനത്തിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തൃശൂർ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗം കുണ്ടുകാട് സ്വദേശി കന്നുംകുഴിയിൽ വീട്ടിൽ 49 വയസ്സുള്ള പ്രദീപാണ് മരിച്ചത്. ഭാര്യ ഷെൽബി,
മകൻ ശ്രീരൂപ്. വടക്കാഞ്ചേരി ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കായി വീരോലിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ മുഖ്യപ്രഭാഷണം നടത്തി. ഗുണനിയന്ത്രണ ഓഫീസർ PM രാധിക വിഷയം അവതരിപ്പിച്ചു. DEO സുരേഷ് കുമാർ ക്ഷീരകർഷക പ്രശ്നോത്തരി നിർവഹിച്ചു. വീരോലിപ്പാടം ക്ഷീരസംഘം സെക്രട്ടറി നിഷ, പ്രസിഡന്റ് TV പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവിച്ചു. പ്രളയത്തിന്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങളുണ്ടായി. ക്ഷീരമേഖലയിൽ നിന്ന് പലരും പിറകോട്ട് പോകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ നിശ്ചിത പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും അത് കാലിത്തീറ്റയുടെ കാര്യത്തിലായാലും മറ്റ് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഇൻഷുറൻസ് പരിപാടി ആലോചിച്ചു. മണ്ണുത്തി മുളയം റോഡിന് സമീപം റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിക്ക് കാറിടിച്ച് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. അന്യസംസ്ഥാന തൊഴിലാളി സദയകുമാറിനാണ് പരിക്കേറ്റത്. റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ ഇയാളെ പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിന് പരിക്കേറ്റ ഇയാളെ ഉടൻ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത 10-ാം കല്ലിൽ നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. 10-ാം കല്ലിൽ വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറാണ് ഡിവൈഡറിൽ ഇടിച്ചത്. അപകടത്തിൽ പാലക്കാട് അകത്തേത്തറ സ്വദേശി കാരിപ്പൊട്ടിൽ വീട്ടിൽ 69 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ റോഡരികിലെ ഡിവൈഡറിൽ സ്ഥാപിച്ചിട്ടുള്ള അയൺ ക്രാഷ് ബാരിയറിൽ ഇടിച്ച് ഇയാൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിട്ടയർഡ് BSF ഉദ്യോഗസ്ഥനാണ് മരിച്ച സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2024 ജൂലൈ മാസത്തിലുണ്ടായ പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് യഥാർത്ഥ നഷ്ടം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഒല്ലൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ സെന്ററിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധ ജാഥയും കൺവെൻഷനും സംഘടിപ്പിച്ചു. കല്ലുങ്ക് നിർമ്മാണത്തിലെ അനാസ്ഥ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. പുത്തൂർ കൈനൂർ മുണ്ടോളി വനദുർഗാദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.